ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് വേദനയോടെ വീഡിയോ ചെയ്യുന്നത്. പട്ടിയെ തല്ലി കൊല്ലുന്നത് പോലെ ഒരു 18 വയസ്സുകാരനെ കുറേ നാറികൾ തല്ലിക്കൊന്നു. അവൻ്റെ തലയിൽ അടിക്കുന്ന തലയോട്ടിയിൽ ഇത് വെച്ച് അടിക്കുന്ന സൗണ്ട് നമുക്ക് നന്നായിട്ട് കേൾക്കാം. ഇവൻ്റെയൊക്കെ വീട്ടിലും ഇല്ലേ മക്കളും ബ്രദേഴ്സും ഒക്കെ. ഇവനൊക്കെ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി? ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ നായിൻ്റെ മോനാണ്, അങ്ങനെ തന്നെ ഞാൻ പറയും, ഈ നായിൻ്റെ മോനാണ് ആ ചെറുക്കൻ്റെ തലക്കിട്ടടിച്ചത്. ഇവനൊക്കെ അർഹിക്കുന്ന ശിക്ഷ കിട്ടിയിരിക്കണം, കിട്ടിയേ പറ്റത്തുള്ളൂ. ജാമ്യം പോലും കിട്ടരുത്. ആ അമ്മയ്ക്കും അച്ഛനും ഉള്ള ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു ആ കുഞ്ഞ്. അവനെ വെറും പട്ടിയെ തല്ലുന്ന പോലെ അവനെ അടിച്ച് ബോധം കെട്ട് താഴെ വീണിട്ടും അവനെ അവിടെ ഇട്ട് പിന്നെ മൃഗീയമായിട്ട് അടിച്ച് കൊല്ലുമായിരുന്നു. ഇവനെയൊക്കെ എങ്ങനെ ഇവനൊക്കെ സമൂഹത്തിൽ ഇവൻ്റെയൊക്കെ മുന്നിൽ എങ്ങനെ എൻ്റെ അച്ഛനാണെങ്കിൽ വയ്യാത്തത്, അമ്മയാണെങ്കിൽ കൈ തളർന്നൊരു അമ്മ. അവർക്ക് രണ്ടിനുമുള്ള ഏക പ്രതീക്ഷയായിരുന്നു ആ മോനെ. നമ്മളും മക്കളെ വളർത്തുന്നുണ്ട്. നമ്മളും നാളെ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അത് വേറൊരുത്തനും വന്ന് തല്ലിക്കെടുത്തു ആ കുഞ്ഞിൻ്റെ തല പൊട്ടിയ സൗണ്ട് നമുക്ക് നന്നായിട്ട് അത് കേൾക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. ഇവൻ എങ്ങനെ അത് ചെയ്യാനുള്ള അറിഞ്ഞിടത്തോളം അവനൊരു CC പിടിക്കുന്ന ഒരു പൈസയൊക്കെ പലിശയ്ക്കൊക്കെ മേടിച്ച് CC പിടിക്കാനൊക്കെ പോകുന്നവനാണെന്നാണ് അറിവ്. അവനെ മാക്സിമം അവനെ എത്രത്തോളം നാണം കെടുത്താവോ, എത്രത്തോളം ശിക്ഷ അവന് കിട്ടാൻ പറ്റുമോ അത്രയും അവന് വാങ്ങിച്ചു കൊടുക്കണം. അതിന് വേണ്ട അധികാരത്തിൽ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പട്ടാളക്കാരനാവുക എന്നുള്ളത്. അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഏക പ്രതീക്ഷയായിരുന്നു. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ ഈ ക്രൂരത ചെയ്ത അവന്മാർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടാനും പിന്നെ ആ കുഞ്ഞിൻ്റെ ആത്മാവിന് വേണ്ടിയും പ്രാർത്ഥിക്കും.